ടിന്റു, നീ ആ തീപ്പെട്ടി ഒന്നെടുത്തേ. ആ, ഈ വേസ്റ്റ് ഒക്കെ ഒന്ന് കത്തിക്കണം. വേഗം വേഗം. ഇവനോടൊരു കാര്യം പറഞ്ഞിട്ട്. എടാ ടിന്റു, നീ ഇതെവിടെയാ? ഒരു തീപ്പെട്ടി കൊണ്ടുവാടാ. ഒരു തീപ്പെട്ടി ചോദിച്ചിട്ട് നേരം എത്രയായി? ഈ കണക്കിന് ഒരു തീവണ്ടി ചോദിച്ചിരുന്നേ. ഇതിലും പെട്ടെന്ന് കൊണ്ടുവന്നേനെ. തീവണ്ടിയാണെങ്കി ഓടിച്ചു കൊണ്ടുവരാലോ. ഇത് ഞാൻ നടന്നെത്തണ്ടേ? ഇതൊന്നും കത്തുന്നില്ലല്ലോ. എവിടുന്ന് കിട്ടിയടാ ഈ തീപ്പെട്ടി? അങ്ങനെ കത്താതിരിക്കാൻ വഴിയില്ലല്ലോ അച്ഛാ. എല്ലാ കൊള്ളിയും ഞാൻ ചെക്ക് ചെയ്തതാണല്ലോ. എല്ലാം കത്തുന്നുണ്ടായിരുന്നു. എടാ മണ്ടാ, ഒരിക്കൽ കത്തിച്ചാ പിന്നെ അത് വീണ്ടും കത്തിക്കാൻ പറ്റില്ലാന്നറിയില്ലേ? അപ്പച്ച ഒരിക്കൽ കത്തിച്ച സിഗരറ്റ് ലൈറ്റർ കൊണ്ട് വീണ്ടും വീണ്ടും സിഗരറ്റ് കത്തിക്കാറില്ലേ? അച്ഛാ, എനിക്കൊരു സംശയം. ഈ പ്രായം കൂടുമ്പോ കേൾവി ശക്തി കുറയോ അച്ഛാ? ചിലർക്ക് കുറയും. എന്താ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല. ഞാനൊരു പുതിയ സൈക്കിള് വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് 3 മാസായി. അച്ഛനത് കേട്ട ഭാവല്ല, അതുകൊണ്ട് ചോദിച്ചതാ. തൽക്കാലം എന്റെ പൊന്നുമോനി പഴയ സൈക്കിളിൽ തന്നെ പോയാ മതി. സമയമാകുമ്പോ പുതിയത് മേടിച്ചു തരാട്ടോ. മതി, തിരക്കില്ല. എനിക്ക് സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ. അച്ഛന്റെ കാര്യം അങ്ങനെയല്ലല്ലോ, പ്രായമായി വരികയല്ലേ. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഓ, പോയെ. ഇവനോടൊക്കെ സംസാരിച്ച മനുഷ്യന് വട്ടാകും. നിനക്ക് ട്യൂഷന് പോണ്ടേ? പോവാൻ നോക്ക്. എടാ ടിന്റു, അങ്ങനെ നീ ആ ഡുണ്ടുമോളെ വളച്ചു അല്ലേ? ആര് പറഞ്ഞു? ഒന്നും പറയണ്ട. നീ ഇന്നലെ അവൾക്ക് നിന്റെ മൊബൈൽ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടു. എടാ മണ്ടാ, അത് മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തതല്ല. ഇക്കഴിഞ്ഞ ഓൾ ഇന്ത്യ ഇംഗ്ലീഷ് ടെസ്റ്റിൽ എനിക്ക് കിട്ടിയ റാങ്ക് പറഞ്ഞതാ. മൊബൈലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ഞാൻ എൻ്റെ ഫോണൊന്ന് റീചാർജ് ചെയ്തിട്ട് വരാം. ചേട്ടാ, ഫോണൊന്ന് റീചാർജ് ചെയ്യണം. എത്ര രൂപയ്ക്കാ? 10 രൂപയ്ക്ക് ചാർജ് ചെയ്താ എത്ര രൂപ കിട്ടും? 10 രൂപയ്ക്ക് ചാർജ് ചെയ്താ 7 രൂപ കിട്ടും. 10 രൂപ. ബാക്കി 3 രൂപയ്ക്ക് മിഠായി എടുത്തോ.